സുപ്രീം കോടതിയിൽ നിന്നും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ തമിഴ്നാട് മന്ത്രിസഭയിൽ അഴിച്ചുപണി. സെന്തിൽ ബാലാജിയെയും കെ പൊന്മുടിയെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. പത്മനാഭപുരം MLA മനോ തങ്കരാജ് വീണ്ടും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിയമ നടപടി നേരിട്ട് വരുന്ന സെന്തിൽ ബാലാജി മന്ത്രിയായി തുടർന്നാൽ ജാമ്യം റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ അന്ത്യശാസനം നൽകിയിരുന്നു. കേസ് നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് വിശ്വസ്തനായ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർബന്ധിതനായത്. AIADMK സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശിക്ഷ ലഭിച്ചത് DMK മന്ത്രിയായിരിക്കുമ്പോഴും. ജയിലിൽ കഴിയവേ മന്ത്രിപദം ഒഴിവാക്കി ജാമ്യം നേടി 4 ദിവസത്തിനുള്ളിൽ തന്നെ സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിക്കസേരയിലെത്തി. ഈ നടപടിയെ അതിരൂക്ഷമായിട്ടായിരുന്നു സുപ്രീം കോടതി വിമർശിച്ചത്. ഹൈന്ദവ ദൈവങ്ങളെയും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെയും പരിഹസിച്ചതാണ് കെ പൊന്മുടിക്ക് വിനയായത്. മാപ്പ് പറഞ്ഞെങ്കിലും മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതോടെ പൊന്മുടിയെ പുറത്താക്കാൻ സ്റ്റാലിന് സമ്മർദ്ദമേറി. പുനഃസംഘടനയിൽ മന്ത്രി RS രാജകണ്ണപ്പന് വനം വകുപ്പ് നൽകിയപ്പോൾ പത്മനാഭപുരം MLA A മനോജ് തങ്കരാജ് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാകും. മന്ത്രി ശിവകുമാറിനും മുത്തുസ്വാമിക്കും ഓരോ വകുപ്പ് അധികമായി നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ.